ഓം നമോ ഭഗവതേ പരശുരാമായ വിശ്വദർപ്പണഹരായ മോദായ മദനാശിഹേ ശ്രീം 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 മഹാകാലചക്രായ വിശ്വമദശാന്താത്മനേ ശത്രുവംശവിഘാതായ സർവലോകൈകവന്ധ്യായ ശ്രീം ശ്രീം നമോ നമഃ. പ്രിയരെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ പരശുരാമന്റെ ജനനം. ആത്മഭാവങ്ങളെ, ഒരിക്കൽ ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ കൊണ്ട് ഭൂലോകം നിറഞ്ഞു. അവരുടെ ഭാരം കൊണ്ട് ഭൂമിദേവി ദുഃഖിതയും അവശയുമായി തീർന്നു. ദേവി ബ്രഹ്മദേവനെ സമീപിച്ച് അപേക്ഷിച്ചു. അല്ലയോ ബ്രഹ്മദേവ, നമസ്കാരം. അവിടുത്തെ കണ്ട് ദുഃഖവാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. അവിടുന്ന് എന്നെ രക്ഷിച്ചാലും. ദേവി, എന്താണ് നിനക്ക് എന്നോട് അഭ്യർത്ഥിക്കാനുള്ളത്? എന്ത് കാരണത്താലാണ് ദേവി ആകുലയായി തീർന്നിരിക്കുന്നത്? പരിഹാരമില്ലാത്തതായി എന്ത് മാർഗമാണ് അവശേഷിക്കുന്നത്? എന്നോട് പറയുക. ബ്രഹ്മദേവൻ ഭൂമിദേവിയോട് പറഞ്ഞു. ഭഗവാനെ, ദുഷ്ടന്മാരായ ക്ഷത്രിയർ അനുദിനം വർദ്ധിച്ചു വരുന്നു. അവരുടെ എണ്ണത്തോളം തന്നെ പാപവും പെരുകുന്നു. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ലാതെ വന്നിരിക്കുന്നു. പാപം നിറഞ്ഞ ഭൂമിയുടെ ഭാരം താങ്ങാനുള്ള കരുത്ത് എനിക്ക് നഷ്ടപ്പെട്ടു. ഈ ദുഷ്ടന്മാരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചാലും, ഭൂമിദേവി അഭ്യർത്ഥിച്ചു. ഉടൻ തന്നെ ബ്രഹ്മദേവൻ ഭൂമിദേവിയെയും കൂട്ടി വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. പാൽക്കടലിൽ ലക്ഷ്മീദേവിയാൽ സേവിതനായ വിഷ്ണുദേവൻ ബ്രഹ്മദേവനെ വന്ദിച്ചു. ഭഗവാനെ, അവിടുന്ന് സ്വയം പാൽക്കടലിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നു. തീർച്ചയായും ഗൗരവമായ ഒരു സംഗതിയാണിത്. ഭൂമിദേവി, അവിടുന്ന് വളരെ പാരവശ്യത്തിലാണല്ലോ. എന്ത് ആജ്ഞയാണ് ഞാൻ പാലിക്കേണ്ടത് എന്ന് ബ്രഹ്മാവിനോട് വിഷ്ണുദേവൻ അന്വേഷിച്ചു. മഹാവിഷ്ണു, അവിടുത്തെ ഊഹം തീർത്തും ശരിയാണ്. വളരെ ഗൗരവകരമായ ഒരു കാര്യം പറയാനാണ് ഞാൻ ഭൂമിദേവിയോടൊപ്പം ഇവിടെ വന്നത്. ഭൂമിയിൽ ക്ഷത്രിയ രാജാക്കന്മാരുടെ എണ്ണം ക്രമാതീതമായിരിക്കുന്നു. അവരുടെ പാപവൃത്തികൾ ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുള്ള സമയം വന്നെത്തിക്കഴിഞ്ഞു. പ്രഭോ, ദുഷ്ടനിഗ്രഹത്തിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് ആജ്ഞാപിച്ചാലും. മഹാവിഷ്ണു പറഞ്ഞു. ദേവ, ഋചീക മഹർഷിയുടെ പത്നിയായ സത്യവതിക്ക് ക്ഷാത്ര തേജസ്സിൽ പിറന്ന ഒരു പുത്രനുണ്ട്. ആ പുത്രനാണ് ജമദഗ്നി. ഇദ്ദേഹം ഇക്ഷ്വാകു വംശത്തിലെ സുപ്രസിദ്ധ രാജാവായ പ്രസേനജിത്തിന്റെ പുത്രിയായ രേണുകയെയാണ് വിവാഹം ചെയ്തത്. ദേവൻ രേണുകയിൽ പിറക്കണം. പരശുരാമൻ അവതാരം എന്നറിയപ്പെടുന്ന ആ അവതാരത്തിലൂടെ അങ്ങ് ക്ഷത്രിയ വംശനാശം നടത്തിയാലും. ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു. ഇപ്രകാരം ബ്രഹ്മാജ്ഞ കിട്ടിയപ്പോൾ മഹാവിഷ്ണു രേണുകയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അജിരേണ ഗർഭം പൂർത്തിയാവുകയും രേണുക പരശുരാമൻ എന്ന മഹാവിഷ്ണുവിന്റെ അവതാരത്തെ പ്രസവിക്കുകയും ചെയ്തു. സർവവിദ്യാപാരംഗതനായി മാറിയ പരശുരാമൻ പിന്നീട് ക്ഷത്രിയ വംശത്തെ നിഹനിച്ച് ഭൂമിയെ ശുദ്ധീകരിച്ചു. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാട്.